Hello friends, welcome to my channel. ഞാൻ ഇന്ന് ഒരു മഷ്റൂം കറി ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम बनाने जा रहे മഷ്റൂം കറി. दिखाएंगे कैसे. മഷ്റൂം നല്ലതായിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂമാണ്. अच्छे से धो के रखा है. इसका छिलका सब निकाल के रखा है. अभी कटिंग करना है. इसका नीचे का हटा के रखेंगे. 4 पीस करना है. നാലായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. सब 4 पीस करके निकाल देंगे. ये बटन मशरूम है, अच्छा टेस्ट वाला है. ഇത് ബട്ടൺ മഷ്റൂം ആണ്. ഇതാണ് നല്ല ടേസ്റ്റ് ഉള്ള മഷ്റൂം. मशरूम എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. मशरूम पूरा कटिंग करके रखा है. अभी इसमें हम डाल रहे हैं नमक. നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മിർച്ചി പൗഡർ, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഹൽദി പൗഡർ, आधा ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. നമുക്കൊരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞു ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. अच्छे से मिक्स करके 10 मिनट रखना है. 10 मिनट നല്ലതായിട്ട് മിക്സ് ചെയ്തൊന്ന് വെക്കാം. अच्छे से मिक्स करके 10 मिनट रखना है. ഞാനൊരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. पान में तेल डाल के गरम करके रखा है. अच्छे से गरम हो गया. നല്ല ചൂടായിട്ടുണ്ട്. ഒരു 1 പീസ് ലാൽച്ചീനി डाल दे. പട്ട ഒരു പീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് 3 സബോളയാണ് അരിഞ്ഞു വെച്ചത്. 3 प्याज काट के रखा है, वो भी डालेंगे. थोड़ा फ्राई करना है. ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. प्याज थोड़ा फ्राई करना है. മിക്സിയുടെ ജാറിനകത്തോട്ട് മിക്സിക്കർ ജാർ में हरी मिर्च 6 पीस हरी मिर्च, പച്ചമുളക്, ഇഞ്ചി, അദ്രക്, ലഹ്സൂൻ, വെളുത്തുള്ളി, ഒരു സബോള, 1 प्याज थोड़ा क्रश करके आएंगे. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് പോകാം. ഇത് ക്രഷ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട്. अच्छे से क्रश करके रखा है. अभी प्याज थोड़ा सा फ्राई हो गया. നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നെടുക്കണം. थोड़ा फ्राई करना है. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞ് അദ്രക് ലഹ്സൂൻ थोड़ा सा फ्राई हो गया. अभी थोड़ा पुदीना पत्ता डाल दे. പുതിനയുടെ ഇല ഇത്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, थोड़ा धनिया पत्ता मिक्स कर दीजिएगा. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. अभी में मसाला पाउडर डालना है. 1/2 टीस्पून हल्दी पाउडर, मंगल പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മിർച്ച പൗഡർ, 2 ടീസ്പൂൺ ധനിയ പൗഡർ, മല്ലി പൗഡർ പൊടി 2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീര പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഗോൾമിർച്ചി പൗഡർ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. ഇട്ടെല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടെടുക്കണം. പൗഡർ डाला है, वो सब अच्छे से फ्राई होना चाहिए. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് മഷ്റൂമിന് ഉപ്പിട്ടതാണ്, ഓർത്തോണം. മഷ്റൂം में भी नमक डाला है, वो हिसाब से नमक डालना है. ഉപ്പിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറിയതായിരുന്നു 3 टमाटो, 3 टमाटो है, थोड़ा छोटा था, वो भी डाल के मिक्स करना है. टमाटो കൂടെ ഇട്ട് टमाटो നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. टमाटो थोड़ा सॉफ्ट रहना चाहिए. अच्छे से मिक्स करके 5 मिनट बंद करके रखेंगे. 5 मिनट ഒന്ന് അടച്ച് വെച്ച് टमाटो ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യും. टमाटो सॉफ्ट आया നോക്കാം. टमाटो थोड़ा देखेंगे. देखिए अच्छे से सॉफ्ट हो गया. നല്ലതായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മെറിനേറ്റ് ചെയ്ത് വെച്ച മഷ്റൂമാണ്. മെറിനേറ്റ് करके रखा था मशरूम इसमें डालेंगे. अच्छे से मिक्स करके अभी इसमें थोड़ा पानी है, वो अच्छे से सूखने तक वेट करना है. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇട്ടപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. लो फ्लेम में डाल के थोड़ा पकाना है. अच्छे से मिक्स कर दिया है. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് പറങ്കണ്ടി എടുത്തിട്ടുണ്ട്. थोड़ा काजू लिया है, थोड़ा पाउडर करके 1 कप दूध डाल के पीस करके आएंगे. ഇത് നന്നായിട്ടൊന്ന് പൗഡർ ചെയ്തിട്ട് 1 കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് അരച്ചുകൊണ്ട് വരാം.
10 मिनट आई, 10 मिनट हो गया. മഷ്റൂം अच्छे से पक गया है. മഷ്റൂം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അരച്ച പറങ്ങാണ്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. काजू पीस कर दिया है वो डालेंगे. अच्छे से मिक्स कर दीजिए. लो फ्लेम में डाल दीजिए. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. 2 टेबल स्पून फ्रेश क्रीम डाल दें. धनिया पत्ता और पुदीना पत्ता एक ही साथ काट के रखा है. മല്ലി ഇലയും പുതിന ഇലയും ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. अच्छे से मिक्स करके ऑफ करना है. मशरूम करी आई കഴിഞ്ഞു നമുക്ക് സർവിംഗ് ഡിഷിനോട്ട് മാറ്റാം. മഷ്റൂം കറി हो गया, സർവിംഗ് ഡിഷ് में डालेंगे. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിന്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ എല്ലാത്തിന്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ്. सब लोग थोड़ा ट्राई करके देखिएगा. चावल का साथ रोटी का साथ सबका साथ अच्छा है, अच्छा टेस्ट भी है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.